പണ്ടാരയടുപ്പ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കുറേ മുമ്പേ തന്നെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതാണ്. വളരെ മനോഹരമായിട്ടാണ് മണലൊരുക്കി അതിന് മുകളിൽ ഇഷ്ടിക വെച്ച് അതിന് മുകളിൽ കലം വെച്ച് വെള്ളം നിറച്ച് ഇല വെച്ച് അടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി തിടപ്പള്ളിയിൽ നിന്ന് ദീപനാളം എത്തുന്ന സമയത്ത് പണ്ടാരയടുപ്പിൽ തീ പകരുകയാണ്. അതോടുകൂടി തിരുവനന്തപുരത്ത് വലിയ ഒരു ആഘോഷത്തിന് തുടക്കമാവുകയാണ്. എല്ലായിടങ്ങളിലും ക്രമീകരിച്ചിരിക്കുന്ന കിലോമീറ്ററുകൾ ദൂരത്തേക്ക് ക്രമീകരിച്ചിരിക്കുന്ന പൊങ്കാല അടുപ്പുകളിലേക്ക് എല്ലാം ആ തീനാളങ്ങൾ പകർന്നെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചൂട്ടുകറ്റ ഏന്തി ധാരാളം ആളുകൾ ഓരോ വഴികളിലേക്കും ഇടവഴികളിലേക്കും കടന്നു ചെല്ലുകയും തീ പകർന്നു കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. സുനിഷ അയലൂർ പണ്ടാരയടുപ്പിന് സമീപത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സുനിഷ, വലിയ തിരക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഏത് നിമിഷവും ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും. അതെ മധു, അതെ 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 എല്ലാവരും ഇങ്ങനെ കൗതുകത്തോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ഒരൊറ്റ സമയത്തിനാണ്. അത് 10:45 ഇങ്ങനെ പണ്ടാരടുപ്പിൽ തീ തെളിയിക്കുന്ന ആ സമയത്തിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതാ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഈ ശുദ്ധപുണ്യാഹം തളിക്കുന്നതിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനുശേഷം ഈ ചടങ്ങുകളിലേക്ക് ആരംഭിക്കും. കൃത്യം 9:45 കൂടി തന്നെ ഈ പണ്ടാരടുപ്പിൽ തീ പകരും. ശേഷം മറ്റടുപ്പുകളിലേക്കും തീ പകരും. അത്തരത്തിലുള്ള ആ ചടങ്ങുകളിലേക്കാണ് ഇനി കടക്കുന്നത്. മധു പറഞ്ഞതുപോലെ ഒരുപക്ഷെ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ ഇത്രയധികം ആളുകൾ ഈ പണ്ടാരയടുപ്പിന് ചുറ്റിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നിരവധി ആളുകൾ ഇപ്പോൾ പണ്ടാരടുപ്പിന് ചുറ്റുമായി തന്നെ ഇത് കാണാനായി എത്തി തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ മന്ത്രി വി എൻ വാസവനുണ്ട്, മന്ത്രി വി ശിവൻകുട്ടിയുണ്ട്, ചാണ്ടിയുമ്മനുണ്ട്, ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുണ്ട്, മേയറും ഡെപ്യൂട്ടി മേയറുമുണ്ട്, പി കെ കൃഷ്ണദാസ് ഉണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർക്കായി ഒരു ഭാഗം തന്നെ നൽകിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു ഭാഗങ്ങളിലെല്ലാം ഓരോരുത്തരും ഇങ്ങനെ പണ്ടാരടുപ്പിൽ തീ തെളിയുന്നത് കാണാനായി കാത്തു നിൽക്കുകയാണ്. അതിനുള്ള ഇത് ശുദ്ധപുണ്യാഹം തെളിക്കുന്ന ചടങ്ങിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പോൾ ശുദ്ധപുണ്യാഹം തളിക്കുകയാണ്. ആ ചടങ്ങാണ് നിലവിൽ ഇപ്പോൾ ഇതാ പണ്ടാരടുപ്പിന് തൊട്ടു മുന്നിലായി നടക്കുന്നത്. ഇതാ ശുദ്ധപുണ്യാഹം തളിക്കുകയാണ് നിലവിൽ. ഇതിനുശേഷമാണ് മറ്റു ചടങ്ങുകളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. മാധു നേരത്തെ പറഞ്ഞതുപോലെ ഈ പണ്ടാര അടുപ്പ് ഈ മണൽ വിരിച്ച് അതിന് മുകളിൽ ചുടുകല്ല് വെച്ച് അതിന് മുകളിൽ ഒരു കലം വെച്ച് അതിനകത്ത് വെള്ളം നിറച്ച ഇല മൂടി വെച്ചിട്ടുണ്ട്. ഈ ശുദ്ധപുണ്യാഹം കഴിഞ്ഞ് അതിന്റെ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ഏകദേശം ഒരു 10:45 കൂടി ഈ ഇല മാറ്റി അമ്മയ്ക്കുള്ള ദേവിക്കുള്ള നിർമാല്യം ഉണ്ടാക്കാൻ നിവേദ്യം തയ്യാറാക്കാനായി അരിയിടുന്ന ഒരു ചടങ്ങാണ്. പിന്നെ അതിന്റെ തിള വരുന്നവരെയുള്ള ഒരു കാത്തിരിപ്പുണ്ട്. നമ്മളിപ്പോ ഈ തീ കത്തിക്കാനായി അല്ലെങ്കിൽ ഈ ദീപം പകരാനായി ഇപ്പൊ കുരവയിട്ട് കണ്ടോ, ഇപ്പോ ഇതാ ശുദ്ധപുണ്യാഹം തളിക്കുമ്പോൾ കുരവയിട്ട ആളുകൾ ഇങ്ങനെ ആ ഭക്തി നിർഭരമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ആറ്റുകാൽ ക്ഷേത്രം എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ നടക്കാനുള്ളത്. ഈ പറഞ്ഞതുപോലെ 10:45 കൂടി തന്നെ ഈ വെള്ളത്തിലേക്ക് ഈ തീ പകരുന്നതിന് ശേഷം ഇതിലേക്ക് അരിയിട്ട ദേവിക്കുള്ള നിവേദ്യം തയ്യാറാക്കുന്ന ഒരു ചടങ്ങാണ്. ഞാൻ പറഞ്ഞു വന്നത് മാധു, നമ്മളിങ്ങനെ ഈ പണ്ടാരടുപ്പിൽ തീ പകരാൻ എടുക്കുന്ന ആ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പ് പോലെ തന്നെയാണ് ആദ്യ തിള വരാൻ എടുക്കുന്ന ഒരു കാത്തിരിപ്പും. അതായത് ഈ അമ്മയ്ക്കുള്ള നേദ്യം തിളച്ചു വരുന്നത് കാണാനുള്ള ഒരു കാത്തിരിപ്പും അത് വലിയ കാര്യമാണ്. കാരണം നമുക്ക് ഈ പണ്ടാരടുപ്പിന് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നിവേദ്യമെല്ലാം പതഞ്ഞ് ഒഴുകി വീഴുന്ന കാഴ്ചയാണ്. അങ്ങനെ പതഞ്ഞൊഴുകുമ്പോഴാണ് തങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നത്. അപ്പോഴാണ് പൊങ്കാല പൂർത്തിയാകുന്നത് എന്നാണ്. അത് കാണുമ്പോഴാണ് അതിനൊരു സമ്പൂർണത കൈവരിക, ഒരു സംതൃപ്തി കൈവരിക എന്നുള്ളതാണ്. പൊങ്കാല കലത്തിന്റെ എല്ലാ ദൃശ്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതാണ് അതിന്റെ ഭംഗിയും. അതെ മധു, അത് തന്നെയാണ്. അതായത് അത് ഒരുപക്ഷെ ഇപ്പൊ 10:15 കൂടി തന്നെ ഈ ദീപം പകർന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 11:15 11:30 ആകുമ്പോഴേക്കും നമുക്കിങ്ങനെ തിളച്ചു വരുന്ന അത് കാണാം. ഈ പറഞ്ഞതുപോലെ മാധു പറഞ്ഞതുപോലെ എല്ലാവരും ഇങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊക്കെ ശേഷമാണ് പല ആഗ്രഹങ്ങൾ സാധിക്കാനായി എത്തിയവരുണ്ടാവും. അമ്മയ്ക്ക് ഇങ്ങനെ നിറഞ്ഞ മനസ്സോടെ ഇങ്ങനെ നിവേദ്യം ഇഷ്ടപ്പെട്ട വിഭവം തയ്യാറാക്കി നൽകാനായി എത്തിയ നിരവധി ആളുകൾ ഉണ്ടാവും. അപ്പോഴിങ്ങനെ ഇഷ്ടപ്പെട്ട വിഭവം തയ്യാറാക്കുമ്പോൾ അതിങ്ങനെ തിളച്ചു വരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ആത്മസംതൃപ്തിയോടെ എല്ലാവരുടെയും കണ്ണ് നിറയുന്നതടക്കമുള്ള കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ തവണ എല്ലാം കണ്ടതാണ്. അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്.